പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായി ഉയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. അനുഗ്രഹീതരായ സിംഗേഴ്സിനാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സീസൺ 3യിലേക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. പോളച്ച സ്വാഗതം. മനോജേട്ടാ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ. സിസ്ലി സ്വാഗതം. ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് സെയിൻസ് കാറ്റഗറിയിലുള്ള ഗാനമാണ്. ആലപിക്കാനായി മത്സരിക്കാനായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സാനിയ. വരൂ. ഹലോ സാനിയ, ഈ സെയിൻസ് കാറ്റഗറിയിലുള്ള പാട്ടിൽ ഏത് വിശുദ്ധിയാണോ നിങ്ങൾ എടുക്കുന്നത്? അതുപോലെയെങ്കിലും നിങ്ങൾ വേഷമിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ നിന്ന് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ അത് നിർബന്ധമായിട്ടല്ല, നമ്മൾ പറ്റുമെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ സാനിയക്കൊക്കെ അത് കേട്ടപ്പോൾ അയ്യോ ഞാൻ ഈ വേഷമൊക്കെ ഇട്ടാൽ നന്നാവും, എങ്ങനെ ഉണ്ടാവും, എനിക്കത് പാട്ട് പാടുമ്പോൾ എൻ്റെ പെർഫോമൻസിന് എന്തെങ്കിലും രീതിയിൽ അങ്ങനെ എന്തൊക്കെ പല പല കൺഫ്യൂഷൻസോ അങ്ങനെ പല ആലോചനകളും വന്നിരുന്നോ? ഇല്ല, ഒന്നും വന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് അത് ഓക്കെ ആയോ? എന്നിട്ട് മോളി ഡ്രസ്സൊക്കെ ഇട്ട് പാടി നോക്കിയോ? പാടി നോക്കി? പാടി നോക്കില്ല, ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി. അപ്പൊ നല്ല ഭംഗിയുണ്ടെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ അൽഫോൻസാമ്മയുടെ പാട്ടാണ് അല്ലേ മോള് പാടാൻ പോകുന്നത്? ഓക്കെ. അപ്പൊ മനോഹരമായിട്ട് വേഷമിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മനോഹരമായിട്ട് പാട്ടും പാടാൻ പറ്റട്ടെ. പാട്ടിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ? Voice of Goodness Season 3. സാഗര തീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. സ്നേഹസാഗര തീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ചെറുതിരിനാളം. Voice
ഒരു തിരിനാളം കർത്താവിൻ മണവാട്ടിയാം വിശുദ്ധ അൽഫോൻസ കർത്താവിൻ പ്രിയദാസിയാം വിശുദ്ധ അൽഫോൻസ കേട്ടവരായിരം ഓടിയെത്തി കിടാവിളക്കൊന്നു കാണുവാൻ പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസ പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസ. സാനിയ, എന്തോ ഈ വേഷത്തിൽ നിന്ന് സാനിയ ഇങ്ങനെ വീട്ടിലിങ്ങനെ വേഷം ഇട്ട് പാടിയിട്ടുണ്ടോ? അങ്ങനെ ഡ്രസ് റിഹേഴ്സൽ എടുത്ത് പാടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ വേഷത്തിൽ നിന്ന് പാടുന്നത് നിങ്ങളും ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? ഇഷ്ടപ്പെട്ടോ? തൃപ്തിയായോ അമ്മയ്ക്ക്? ആയി. അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു. സാനിക്ക് തൃപ്തിയായോ? പോളച്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അവിടുന്ന് നേരത്തെ കടന്നു വരുമ്പോഴേ ഈ വേഷം കണ്ട പുതിയ കന്യാസ്ത്രീകളിലൂടെ വന്നിരിക്കുകയാണ്. പാടെ സാനിയ നന്നായി പാടി. പിന്നീട് മനസ്സിലായത് സാനിയാണെന്നുള്ളത്. കൺഗ്രാജുലേഷൻസ്. വളരെ റിതമിക് ആയിട്ടുള്ളൊരു പാട്ട്, നല്ല കോറസ് ഉണ്ട് അതില്. സാനിയ നന്നായിട്ട് പാടി, നല്ല ഫീലോട് കൂടി. അതൊരു ഒരു ഒരു ജസ്റ്റ് ഒരു മെലഡിയാണ്. അതിൽ കൂടുതൽ സാധ്യതകളുള്ള ഒരു മെലഡി അല്ല അല്ലേ? അതൊരു സോങ്, നല്ല രീതിയിൽ പോകുന്ന ഒരു സോങ്. അത് നന്നായിട്ട് ചെയ്തു. കൺഗ്രാജുലേഷൻസ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മനോജ് ചേട്ടാ, ഞാനിപ്പോ സിസ്റ്റർ സാനിയ എന്ന് വിളിക്കണോ സിസ്റ്റർ അൽഫോൺസ എന്ന് വിളിക്കണോ? എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ആ അത് ശരി. നല്ല ചായ ഉണ്ടായിരുന്നു അൽഫോൺസമ്മയുടെ ഒരു അവിടുത്തെ പുറകില് ആ പിക്ചർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ രണ്ടുപേരും ഏകദേശം ഒരേ ചായയാണ്. ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് 2 ആഗ്രഹമുണ്ട്. എന്താണ്? ഒന്ന് ഡോക്ടർ ആവാനും ഒന്ന് സിസ്റ്റർ ആവാനും. ബാക്കി ഈശോയുടെ തീരുമാനം. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇപ്പൊ ഡോക്ടർ സിസ്റ്റർ ആവും. ഡോക്ടർ ആവാം സിസ്റ്ററും ആവാം അല്ലേ? സിസ്റ്റേഴ്സിന്റെ ഇല്ലേ? അപ്പൊ അത് എന്തായാലും അത് ഗംഭീരായി ഒരു ആൻസർ. അപ്പൊ ഒരു ഡോക്ടർ സിസ്റ്റർ ആയിട്ട് തീരട്ടെ. ഡോക്ടർ സിസ്റ്റർ സാനിയ. വാവ്, വാട്ട് എ നെയിം. മോള് പാടിയത് ഭയങ്കര രസമായിരുന്നു ഇവിടെ നിന്ന് കേൾക്കാനായിട്ട്, കാണാനും. അതുപോലെ തന്നെ ഭയങ്കര ക്ലീൻ സിംഗിങ് ആയിരുന്നു. ഒരു നല്ലൊരു മെലഡി. പിന്നെ അതിൻ്റെ കോറസൊക്കെ വന്നപ്പോൾ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അവരൊക്കെ ചേർന്ന് പാടുമ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇറ്റ് വാസ് വെൽ പ്രിപ്പയർഡ് സോങ്. പിന്നെ ഇറ്റ്സ് എ വെരി ഈസി സോങ്. അച്ഛൻ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു നൈസ് മെലഡി. ഓക്കെ. അപ്പോൾ അത് മോള് വളരെ ഭംഗിയായിട്ട് അത് പാടി. അതിൽ പ്രത്യേകിച്ച് ശ്രുതിയും അതുപോലെ അതിൻ്റെ ഫീലിങ്സ് എല്ലാം കൃത്യമായിട്ട് അതിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ആദ്യമേ അഡ്വാൻസ് ആയിട്ട് ഓൾ ദ ബെസ്റ്റ് വിഷസ് ഡോക്ടർ സിസ്റ്റർ സാനിയ. താങ്ക് യു. സിസ്ലി, സാനിയ കുട്ടി, എന്തോ ഇവരെല്ലാരും പറഞ്ഞ പോലെ ശരിക്കും അൽഫോൻസാമ്മ വലിയ ഒരു പിക്ചറായിട്ട് മോളുടെ പുറയിൽ ആൻഡ് മോള് ഫ്രണ്ടിൽ നിന്ന് പാടുന്ന ഒരു റെപ്രസെൻറ്റേഷൻ പോലെ ആയിരുന്നു. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഈ എഫേർട്ടിന് ഒരുപാട് കൺഗ്രാജുലേഷൻ. അമ്മയ്ക്കും ഒക്കെ പ്രത്യേകം കൺഗ്രാജുലേഷൻ. ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് വേണമെങ്കിൽ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് പാടാമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഒരു സ്റ്റെപ്പും കൂടി അഹെഡ് പോയി. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. നന്നായി പാടി. അൽഫോൻസാമ്മയുടെ ഒരു പാട്ട്, അങ്ങനെ ഒരു പാട്ട് ചൂസ് ചെയ്ത് വന്നു. കുറച്ചും കൂടിയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉള്ള പാട്ടുകൾ ഇനി അടുത്ത പ്രാവശ്യം. സാനിയയുടെ ഒരു കഴിവ് ഞങ്ങൾക്ക് ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകൾ അടുത്ത പ്രാവശ്യം ചൂസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. മോൾക്ക് എന്താ അൽഫോൻസാമ്മയെ കുറിച്ച് അറിയാവുന്നു? ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് സന്യാസ ജീവിതം നടത്തി. അതിൽ കൂടുതൽ എന്താ അൽഫോൻസാമ്മയെ കുറിച്ച് അറിയാം? അൽഫോൻസാമ്മ എങ്ങനെയായിരിക്കും വിശുദ്ധയായത്? സഹനങ്ങള് ഏറ്റുവാങ്ങി. വെരി ഗുഡ്.
അതാണ് പോയിന്റ്. നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വേദന സഹിക്കുക, കഷ്ടപ്പാട് വരിക, സഹനം ഉണ്ടാവുക. ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അൽഫോൻസാമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നത് സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇനി വേറെ ആർക്കെങ്കിലും സഹനം ഉണ്ടോ അതും കൂടി എനിക്ക് തന്നോ ഈശോയെ, ഞാൻ സഹിച്ചോളാം. ആ ഒരു വേദനേനെ ആയുധമാക്കിയെടുത്ത് ഈശോയിലോട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കിയെടുത്ത ഒരാളാണ് അൽഫോൻസാമ്മ. അതാണ് അൽഫോൻസാമ്മയുടെ ഒരു പ്രത്യേകത. ജീവചരിത്രമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഓക്കെ. ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ കോളേജിൻ്റെ ടൈമിലാണ് അൽഫോൻസാമ്മയുടെ കാനനൈസേഷൻ നടക്കുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഭയങ്കര ഒരു നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വിശുദ്ധ ആവുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പം ഈ ജീവചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് കോൺവെൻറ്റിൽ ചേരണം, എനിക്ക് സിസ്റ്റർ ആവണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ വല്ലതും വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അൽഫോൻസാമ്മയുടെ ബുക്ക് വായിച്ചു എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പോവാതിരിക്കട്ടെ കേട്ടോ. ഈ പ്രായത്തിലെ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ആവട്ടെ. ഈ സ്റ്റേജ് വെച്ച് പറഞ്ഞ കാര്യം ഒരു മാനിഫെസ്റ്റേഷൻ ആവട്ടെ. ഓരോരുത്തർക്കും ഓരോ വൊക്കേഷൻ ഉണ്ട്. അപ്പം അതിലേക്ക് ഈശോ നയിക്കും കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളുടെ പാട്ടും മോളുടെ ഈ പ്രസൻറ്റേഷനും പാട്ടും എല്ലാം മനോഹരമായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. അപ്പം സാനിയയും അമ്മയും നിങ്ങൾ കുടുംബം എല്ലാവരും ചേർന്നെടുത്ത ഈ ഒരു എഫേർട്ടിന്, മൊത്തത്തിൽ ഇന്നത്തെ ഒരു പെർഫോമൻസിന് എത്ര മാർക്കാണ് നോക്കാം. സിസ്ലി, എത്ര മാർക്കാണ് സിസ്ലി നൽകുന്നത്? സാനിയ കുട്ടി എന്തോ 8 മാർക്സ്. താങ്ക് യു മാം. മനോജേട്ടാ? ഭാവിയിലെ ഡോക്ടർ സിസ്റ്റർ സാനിയയ്ക്ക് പിന്നെ ഈ ഉടുപ്പൊക്കെ ഇട്ട് വന്ന് ഗംഭീരാക്കിലോ 8.5. താങ്ക് യു സർ. കോളച്ചാ? 8 മാർക്സ്. താങ്ക് യു സർ. ഓക്കെ. അപ്പം 24.5 മാർക്സ് വാങ്ങിയിട്ടാണ് സാനിയ. അപ്പോ കാണാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഡിയോൺ ലിജോ. വരൂ. ഡിയോൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സുഖായിട്ടിരിക്കുന്നു. ഏതാ പാട്ട്? ഗാഗുൽത്താമലയിൽ നിന്ന്. ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? അറിയില്ല. അറിയില്ലേ? വീണ്ടും പെട്ടു. അയ്യോ, വേണ്ട വേണ്ട. ശരി, അപ്പൊ എന്തായാലും എവിടുന്നൊക്കെയോ പാട്ടെടുത്ത് വന്ന് പാട്ട് പഠിച്ചു വന്നിരിക്കുകയാണോ? ഇത് മത്സരിക്കാനല്ലേ വന്നിരിക്കുന്നേ? അതെ. ആ, അപ്പൊ സൂപ്പർ ആയിട്ട് പഠിച്ച പാട്ട് മോൻ പാടണം കേട്ടോ. എന്നിട്ട് പാട്ട് കേട്ടിട്ട് ഞങ്ങൾ പറയാം നല്ലതായിരുന്നോ, ഏത് കാറ്റഗറി ആയിരുന്നു എന്നെല്ലാം. ഓക്കെ? ആ, അപ്പൊ ശരി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽധാ
പാടിയ പാട്ടുണ്ടല്ലോ, ലെന്റൻ കാറ്റഗറിയിലുള്ള പാട്ടാണ് മോൻ പാടിയത്. അത് പഠിച്ച് വെക്കണം. ഇപ്പോ ഈ രണ്ടാമത്തെ റൗണ്ടിൽ 3 കാറ്റഗറിയിലുള്ള പാട്ടുകളാണ് നിങ്ങൾക്ക് പാടാനുള്ളത്. ഒന്ന് സെയിൻസിന്റെ പാട്ട്, ഓക്കെ, സെയിൻസ് കാറ്റഗറി. മറ്റൊന്ന് ലെന്റൻ കാറ്റഗറി. ഇനി ഒന്ന് സെമി ക്ലാസിക്കൽ കാറ്റഗറി. ഓക്കെ, അപ്പൊ അങ്ങനെ 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് മോൻ പഠിച്ചു വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ, പാട്ട് പഠിക്കുന്നത് പോലെ തന്നെ. ഓക്കെ, ഇനി മോൻ പാടുമ്പം ശരിക്കും ഓരോ കുട്ടികളും, അത് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും മിമിക്രി ആണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു ആർട്ട് ഫോം ആണെങ്കിലും, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം അവരെക്കാട്ടിലും എക്സൈറ്റ്മെന്റും വളരെ ടെൻഷനോട് കൂടിയും, ഒരുപക്ഷെ അവർ വേദിയിൽ നിന്ന് അവർ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ അവരെക്കാട്ടിലും ആക്ട് ചെയ്യണത് അവരുടെ പാരന്റിനെ നമ്മൾ നോക്കിയാൽ കാണാം. അവരുടെ ഫേസിൽ കുട്ടികൾ കരയുമ്പോൾ അവർ പാരന്റ് അവിടെ നിന്ന് കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ചിരിക്കുമ്പോൾ അതിനപ്പുറം എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഡിയോൺ ഇവിടെ നിന്ന് പാടുമ്പോൾ ഞാൻ ഡിയോന്റെ പാരന്റ്സിനെ നോക്കുമായിരുന്നു. അച്ഛൻ കൂളാ, പക്ഷേ ഇടയിൽ അമ്മ കൂടെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വരാ, അത് കൂടെ പാടുകയായിരുന്നു. മോനെ, മോന്റെ പാട്ടൊന്നും തെറ്റല്ലേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. എന്തായിരുന്നു അമ്മയുടെ ഓരോ നേരത്തെ എക്സ്പ്രഷൻ കാണായിരുന്നു. ഇവിടെ ആശാൻ ഭയങ്കര കൂളായിട്ട് നിന്ന് പാടുന്നുണ്ട്, അമ്മയ്ക്കായിരുന്നു എല്ലാ ടെൻഷനും. എന്നിട്ടോ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? നന്നായിട്ട് പഠിപ്പിച്ച പോലെയൊക്കെ പാടിയോ? പാടി. സിസ്ലി, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഡിയോൻ ഈ പാട്ട് എപ്പോഴാ കേൾക്കുന്ന? ഈ കോമ്പറ്റീഷന് വേണ്ടി അമ്മ കേൾപ്പിച്ച് തന്നപ്പോഴാണോ കേട്ടെ? അതോ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഇല്ല, ആദ്യമായിട്ട് കേൾക്കാണല്ലേ? ഓ, ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ രക്തമായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന ഒരു പാട്ടാണ് കേട്ടോ. എന്നുവെച്ചാ മോൻ അറിയത്തില്ലല്ലോ, ഈ റൗണ്ടിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. ലെന്റൻ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. പറഞ്ഞേ, ലെന്റൻ. ആ, ഇനി ആര് ചോദിച്ചാലും പറയണം കേട്ടോ. നമ്മുടെ രമി ചേച്ചിനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ലെന്റൻ സീസൺ കേട്ടോ. എന്നുവെച്ചാ നമുക്ക് ചെറിയ കുട്ടികളൊന്നും ഫാസ്റ്റിംഗിന്റെ സമയത്തൊന്നും ചെയ്യില്ലേ? എനിക്ക് അറിഞ്ഞൂടാ, പാരന്റ്സിനോട് ചെയ്യാറുണ്ടോ? കുട്ടികൾക്ക് നിർബന്ധമില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് മോൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് അവൻ അതിനെ കുറിച്ച് അറിയത്തില്ലാത്തത്. നമ്മുടെ ഈസ്റ്റർ എന്താന്നറിയില്ലേ? ഈസ്റ്റർ എന്താ? ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം, ഈസ്റ്റർ. അമ്മേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം. ക്രിസ്മസ് എന്താ? ഈശോ ജനിച്ച ദിവസം. ഓ, കറക്റ്റ്. അപ്പൊ ഈസ്റ്ററിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? ഈശോ കുരിശിലൊക്കെ മരിച്ചില്ലേ നമുക്ക് വേണ്ടി? അങ്ങനെ കുറേ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചല്ലേ മരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളൊരു 40 ദിവസം 50 ദിവസം നൊയമ്പെടുക്കും. അതിന് പറയുന്ന പേരാണ് എന്തായിരുന്നു? ലെന്റൻ കേട്ടോ, ലെന്റൻ. ഇതുപോലെ തന്നെ ക്രിസ്മസിനും ഉണ്ട് 25 നൊയമ്പ്, 25 ദിവസം നൊയമ്പെടുക്കും. അതിന് ആഡ്വെന്റ് എന്ന് പറയും, ക്രിസ്മസിന് മുമ്പുള്ള സമയം കേട്ടോ. അപ്പൊ ഇതാണ് ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ശരിക്കും ഈശോയുടെ പീഡാനുഭവവും, ഈശോ നമുക്ക് വേണ്ടി മരിച്ച കുരിശുമരണവും, കുരിശിൽ ഒരുപാട് പീഡ അനുഭവിച്ച് മരിച്ചു. അപ്പൊ അത് ഓർമ്മിക്കാനായിട്ടാണ്. അപ്പൊ മോൻ ഈ പാട്ട് പാടുമ്പോൾ എല്ലാവരും ആ ഈശോനെയാണ് ഈശോ അനുഭവിച്ച പീഡകളും നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും ഒക്കെ ആയിരിക്കും എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ മെഡിറ്റേഷന് പറ്റിയൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. എനിക്ക് തോന്നിയത് മോന് ഈ പ്രായത്തിലുള്ള പിള്ളേരെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ ഒരു ഗ്രാസ്പിംഗ് ഒരു പവർ ഉണ്ട്. വളരെ നല്ലൊരു ഒബ്സർവർ ആണ് ആള്. ചിരിച്ച് ഇങ്ങനെ വളരെ കുറച്ച് സംസാരിക്കേണ്ടുള്ളെങ്കിലും നന്നായിട്ട് ഒബ്സർവ് ചെയ്യും, പെട്ടെന്ന് ക്വിക്കായിട്ട് ക്യാച്ച് ചെയ്യും. ഇപ്പം അച്ഛൻ പറഞ്ഞു തന്നു മോന് കയറുന്നതിന് മുമ്പ് ഗാ ഗുൽ താ എന്ന് പറയണം എന്ന്. പക്ഷെ അങ്ങനെയാണോ പാടിയേ? ഗാഗുൽ ധാ ഒക്കെ ഇടയ്ക്ക് വന്നു. പക്ഷെ ഏതോ ഒരു സ്ഥലത്ത് മോൻ അത് ഓർത്ത് പാടി. ഗാഗുൽ ധാ എന്ന് തന്നെ കറക്റ്റായിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഓർത്ത് പാടി. അതൊക്കെ ചിലപ്പോൾ ഈ പ്രായത്തിൽ പഠിച്ചു വന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പാടിപ്പോവും. പക്ഷെ അതൊക്കെ ഓർത്ത് പാടിയല്ലോ, അത് തന്നെ നല്ല കാര്യം. അപ്പോൾ അത് ഒരു ടാലൻ്റ് ഉണ്ട് കേട്ടോ. ഡിയോൺ വളരെ ടാലൻറ്റഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റൗണ്ടിൽ ഞങ്ങൾ ഞെട്ടിച്ചതാണ്. ഒരു റിതം, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള റിതം ഉള്ളൊരു സോങ് ഒക്കെ പാടി ഞെട്ടിച്ചാണ് ഞങ്ങളെ. അപ്പോൾ വളരെ ടാലൻറ്റഡ് ആണ്. നന്നായി പാടാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ, ഡിയോൺ എന്താ പറയാ, ഞങ്ങളൊരു വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി.
പ്രത്യേകിച്ച് ആ ഒരു ലണ്ടൻ സീസൺ ഉണ്ടല്ലോ, അതായത് ഈ നോമ്പ് കാലത്തിലൊക്കെ ഒരു സിസ്ലി മാം പറഞ്ഞ പോലെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലോട്ട് അങ്ങ് കൊണ്ടുപോയി. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്ലി സാങ്. ഓക്കെ, ഇത് ആരാണ് സെലക്ട് ചെയ്തതെന്ന് ഈ പാട്ട്? അമ്മയും പപ്പായും. ആണ്, അവർ രണ്ടുപേരാണ് അല്ലേ? അവരാണോ പഠിപ്പിച്ചത്? മോനപ്പം ഇതിനു മുന്നേ ഈ പാട്ട് കേട്ടിട്ടില്ലേ അല്ലേ? എന്തായാലും മോൻ്റെ പാട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മോൻ്റെ ആ ഒരു ബ്രത്ത് കൺട്രോൾ ഉണ്ട്. അതായത് ഒരു 7/8 ഒരു സോങ്ങിന് പ്രത്യേകിച്ചൊരു സ്ലോ മൂവ്മെൻ്റ് ഉള്ള പാട്ടാണെങ്കിൽ വലിയ പാടാണ് ആ ഒരു ഫ്രേസിങ് പാടി തീർക്കാനായിട്ട്. മോനതിങ്ങനെ വളരെ അനായാസമായിട്ട് ഒരു തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ ഒരൊറ്റ ബ്രത്തിൽ പാടണം അല്ലേ? ഓരോ വരികളും അത്ര ഒരു ഡിഫിക്കൽട്ടാണ് ഇത് പാടാനായിട്ട്. പക്ഷെ അത് മോൻ വളരെ കൂളായിട്ട് പാടി. വെരി നൈസ്. പിന്നെ ഒരുപാട് ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോൻ പാടിയത്. അതിൻ്റെ ഡൈനാമിക്സും പ്രത്യേകിച്ച് എൻ ശിരസിൽ മുൾമുടി ചാർത്തി ആ ഒരു എടുക്കലുണ്ടല്ലോ, ഒന്നൊന്നും എടുത്തേ ആ പോർഷൻ മാത്രം ഒന്ന് പാടി. എൻ ശിരസിൽ ആ ഒരു വളവുണ്ടല്ലോ, വളരെ അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻഡ്സിൽ അതുപോലെ ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നി. നല്ല ന്യൂആൻസസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് മോൻ പെർഫോം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മനോഹരമായിരുന്നു കാണാൻ. അപ്പം അതും ഈ പാട്ടും എല്ലാം കൂടി വന്നപ്പോൾ നമ്മളൊരു പ്രാർത്ഥന മൂഡിലോട്ട് അങ്ങ് കൊണ്ടുപോയി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മോനെ. May God bless you. Thank you. പോളിച്ച ഡിയോൺ സൂപ്പറായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. നല്ല ശബ്ദം വിത്ത് ഹൈ ഗെയിൻ എന്ന് പറയും. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് മൈക്കിൽ കേൾക്കുമ്പോൾ നല്ല കേൾക്കാൻ നല്ല ശക്തിയുള്ള ശബ്ദം എന്നർത്ഥം. റെക്കോർഡിങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും മൈക്കിലത്. അപ്പോൾ ഡിയോണ് ഈ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു നല്ല വോയിസ് കിട്ടിയിരിക്കുകയാണ്. എമ്പുരാൻ്റെ അനുഗ്രഹമാണ്. മനസ്സിലായോ? നല്ല വോയിസ് മൈക്കിലൂടെ അങ്ങനെ ഒരു നല്ല പവർഫുൾ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, സ്റ്റഡി ആയിട്ട്. പിന്നെ നല്ല സെലക്ഷൻ. നേരത്തെ ആരോട് പറയുണ്ടായി, സെലക്ഷൻ എന്നാണ് വിന്നിങ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്തിൻ്റെ അനുസ്മരണത്തിനോടനുബന്ധിച്ചുള്ള പാട്ടെന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ബെസ്റ്റ് പാട്ട് കിട്ടാനില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഈ പാട്ട് തന്നെയാണ്. കാരണം അത് ഇങ്ങനെ ഞാനൊക്കെ അത് കേട്ടിട്ട് കരഞ്ഞുണ്ട് ചെറുപ്പത്തിൽ. ശരിക്കും അത് നമ്മളെ ഹൃദയത്തിന് ഉരുക്കുന്ന വരികളാണത്. ഇനിയും ഇത് മുന്നോട്ട് പോകും കുറേ. ഇപ്പം നമ്മൾ കുറച്ചവിടെ പാടിയിട്ടുള്ളൂ, ഇനിയും കുറേ സ്റ്റാൻസുകളുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ യേശുവിൻ്റെ വേദനകൾ പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്ന ഒരു ഗാനം കൂടിയാണത്. അതുപോലെ മോൻ നല്ല ഫീലിംഗ് കൊടുത്തിരുന്നു. ഫീലിംഗ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതിലേക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ നല്ല എക്സ്പ്രഷനായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ മനോജ് സാറ് പറഞ്ഞതുപോലെ നല്ല ബ്രത്ത് പവറുണ്ട് ഈ പാട്ടിൽ. ഇങ്ങനെ ലൈനൊക്കെ നീട്ടി പിടിക്കണമെങ്കിൽ ഇത്ര എളുപ്പമല്ല. ഈ ഏജിൽ അത്രയും ബ്രീത്തിങ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ ഡിയോൺ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വലിയൊരു സൈലൻസ് അനുഭവപ്പെട്ടു. ഒരു മെഡിറ്റേറ്റീവ് സൈലൻസ് എന്ന് പറയും. ഇവിടെയുള്ള ഓരോ ചെറിയ കണികകൾ പോലും സൈലൻസിലായിരുന്നു. അത്രയ്ക്ക് ക്യാപ്ചറിങ് ആണ് ഈ ട്യൂണും വരികളും. അതിനോട് ചേർന്ന് ഡിയോൺ മനോഹരമായിട്ട് ആലപിക്കുകയും ചെയ്തു അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗാകുൽത്ത എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് പാടി നോക്കാം. അത് ഉറച്ചൊന്നും അറിയട്ടെ. പഠിക്കും, 4 വരി പഠിക്കും. അവരാധമെന്തു ഞാൻ ചെയ്തു.  അപരാധമെന്തു ഞാൻ ചെയ്തു.
എക്സ്ട്രാ സംഗതി കൊടുത്തതിലുണ്ടോ ഒറിജിനലില്? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അയാള് കൈ നിട്ടത് അത് അല്ലേ? ഏവമെന്നെ ക്രൂശിൽ ഏറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. അത്ര പാടുമ്പോൾ അതിൽ ഭയങ്കര ഫീലിംഗ് ആണ്. എക്സ്ട്രാ സംഗതി അതിൽ ആവശ്യമുള്ള പോലെ തോന്നുന്നില്ലേ? അല്ലാണ്ട് തന്നെ അത് ഭയങ്കര റിച്ചാണ് മെലഡി, ഭയങ്കര റിച്ച് മെലഡിയാണ്. ഏതായാലും അതായത് ഇതൊരു പ്രോഡിജി എന്ന് പറയും ശരിക്കും അല്ലേ? നമ്മൾ അങ്ങനെ എന്താ പറഞ്ഞാൽ മോന് ചിലപ്പോൾ മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവും. പ്രോഡിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത് നമുക്ക് വലിയ ആളുകൾക്ക് ഉണ്ടാവുന്ന കുറേ സിദ്ധികളുണ്ട് അല്ലേ? പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കുള്ള കുറേ സിദ്ധികൾ. അത് സിദ്ധികൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മനസ്സിൻ്റെ അവസ്ഥ എല്ലാം കൂടി ചേർന്നതാണ്. അത് ചെറുപ്പത്തിലെ തന്നെ കിട്ടുന്ന ആളുകളെയാണെന്ന് പറയുന്ന പ്രോഡിജി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അത് ഡിയോണ് നല്ല ഒരു ദൈവം ഒരു പ്രോഡിജി സ്റ്റൈൽ തന്നിട്ടുണ്ട്. വലിയ ആളുകൾ പാടുന്ന പോലെയാണ് നിന്ന് പാടുന്നത്. പ്രൊഫഷണൽ വലിയ സിംഗേഴ്സ് നിന്ന് പാടുന്ന പോലെയാണ് ഡിയോൺ പാടിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാ. ഡിയോണ് ദൈവത്തിന് നല്ല കഴിവുകളും ഒക്കെ തന്നത്. അതിൻ്റെ തീർച്ചയായിട്ടും മാതാപിതാക്കൾ വലിയ പ്രശംസ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പുറകിലുള്ള പ്രോത്സാഹനം, സപ്പോർട്ടാണ് കുട്ടികളെ ഇങ്ങനെ ഉയർത്തുന്നത്. അവരുടെ വളർച്ചയിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഡിയോണിന് ഒരിക്കൽ കൂടി അഭിനന്ദനം നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോയി വലിയ ഗായകനായിട്ട് മാറട്ടെ എന്ന്, ഒരു എന്താ പറയുക, ഒരു ദൈവ ഗായകനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. ഡിയോൺ, എന്തൊക്കെയാണ് ഇനി ഇവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ സ്കൂളിൽ പോയി പറയാറുണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്ത് വിശേഷാന്നാ പറഞ്ഞിരിക്കണേ, കേക്കട്ടെ. ഞാൻ അവരിങ്ങോട്ട് പറഞ്ഞു. അവരിങ്ങോട്ടാണോ പറയുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ? അല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാടാൻ വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാടാൻ വന്നപ്പം എനിക്കറിയില്ല. അയ്യോ, ഡിയോൺ പറഞ്ഞു തുടങ്ങിയത് അമ്മ തലയ്ക്ക് കൈവച്ചു. പറഞ്ഞാലേ എല്ലാം കൊളാക്കും എന്നുള്ള രീതിയില്. എന്താ പറ്റിയേ? എവിടെയാ? പാടാൻ മാത്രമേ പറഞ്ഞിട്ട് അറിയുള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ്. 4ാം ക്ലാസ്സിൽ കേറിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും മാർക്കൊന്നും ചോദിച്ചറിയണ്ടേ? ശരി അച്ഛാ. ഡിയോൺ വളരെ മനോഹരമായിട്ടുള്ള പാടിയതിലുണ്ട് 9 മാർക്ക്. സന്തോഷായോ മനോജ് ചേട്ടാ? ഡിയോണ് 8.5 മാർക്സ്. താങ്ക് യു. സിസ്ലി? ഡിയോൺ ഈ പാട്ട് ആരാ ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഞാൻ 0.5 കൂട്ടിത്തരാം. ഇതാരാ കമ്പോസ് ചെയ്ത, ലിറിക്സ് ആരാ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഈ പാട്ട്. അയ്യോ, ആരാ പാടിയേ പറയൂ? ഈശോയെ, ദാസേട്ടൻ. മ്യൂസിക്കും ലിറിക്സ് അറിയോ? അറിയില്ല. ആ, ഓക്കെ. ലിറിക്സ് ആബേൽ അച്ഛനാണ്, മ്യൂസിക് റാഫി ജോസ് ആണ്. അപ്പോൾ അമ്മ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. കേറി കഴിഞ്ഞപ്പോ എല്ലാം മറന്നുപോയി ആണോ? അതാണ് ഇവിടെ വന്നിട്ട് സ്കൂളിലത്തെ വിശേഷം പോലും അവന് പറയാൻ പറ്റുന്നില്ല. എന്താ സിസ്ലി? പാട്ടിലാണ് കോൺസെൻട്രേഷൻ മുഴുവൻ. അതെ, ആളുടെ ലോകത്ത് മൊത്തം ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലുണ്ടായിരുന്നോ ഇതൊക്കെ? അറിയായിരുന്നോ ഇതൊക്കെ? ചിലതൊക്കെ അറിയായിരുന്നു. ആണോ? പോട്ടെ, സാരമില്ല. ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ. അപ്പൊ ക്ഷമിച്ചിരിക്കുന്നു. 8.5. താങ്ക് യു. ഓക്കേ, അപ്പോ ഈ ഒരു റൗണ്ടില്, ലെൻഡൻ കാറ്റഗറി റൗണ്ടില് മോന് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ഓൺ 30. അപ്പോ സന്തോഷായോ? എത്ര സന്തോഷായി? ഒരുപാട്. അപ്പൊ ഇനി സ്കൂളിൽ ചെന്ന പാട് അവരോട് പറയണം, ഞാൻ കുറേ മാർക്കും വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയേന്ന് പറയണം കേട്ടോ. ഓക്കേ, അപ്പൊ പോയിട്ട് വരൂ, കാണാം. ശരി, ബൈ. വാശിയേറിയ മത്സരങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അടുത്തതായിട്ട് വേദിയിൽ വരുന്നത് വീണ്ടും ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. മറ്റാരുമല്ല, ഏഞ്ചലീന റംസി. വരൂ.
ആവേശം കാണുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏഞ്ചലീന ഏത് പാട്ടാണ് പാടാൻ പോകുന്നതെന്നുള്ളത്. നമ്മൾ രണ്ടുപേരും ഗ്രീൻ കളർ. ഓക്കെ, അപ്പൊ വേഷത്തിൽ തന്നെ ഉണ്ടല്ലോ. സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ് ഏഞ്ചലീന ഇപ്പം വന്നിരിക്കുന്നത്. ഏഞ്ചലീന ഇപ്പം നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ 37 സിംഗേഴ്സ് ഇവിടെ വന്നു പോയതാണ്. സോ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ റേഞ്ച് എന്താണ്, നിങ്ങൾ പാടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ മോളൊക്കെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എത്രയോ ഹൈ മാർക്കും വാങ്ങി പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ തവണ ഏഞ്ചലീന സ്റ്റേജിൽ വരുമ്പോഴും ഓ ഈ കുട്ടിയുടെ പെർഫോമൻസ് ആണോ, അപ്പൊ നല്ലതായിട്ട് പാടും, ഭയങ്കര മാർക്കും വാങ്ങും, ഇങ്ങനെയാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ മോൾക്ക് ഇത് അറിയാമോ? എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ മോളുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്? നല്ല മാർക്ക് മേടിക്കണം, നന്നായി പാടണം. വീണ്ടും ഓരോ തവണ സ്റ്റേജിൽ വരുമ്പോൾ ഓൾ ദ മോർ ബെറ്റർ പെർഫോമൻസ് കൊടുക്കാൻ നോക്കണം അല്ലേ? അപ്പൊ അങ്ങനെ സെമി ക്ലാസിക്കൽ റൗണ്ടിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നു. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തതും? ഡാഡിയെ സെലക്ട്. സെലക്ഷൻ എപ്പോഴും ഡാഡിയുടെ ഡ്യൂട്ടി ആണല്ലോ അല്ലേ? മോൾക്ക് പഠിച്ചെടുത്താൽ മാത്രം മതി. എത്ര നാളെടുത്തു ഈ പാട്ടിലേക്കൊക്കെ ഒന്ന്? ലിസ്റ്റ് ഇട്ടപ്പോ അന്ന് മുതൽ പഠിക്കുന്നുണ്ട്. നല്ല തറവാണ്. അപ്പൊ ആദ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് എടുത്ത് പഠിക്കുന്ന പാട്ടാണോ? അല്ല, സ്റ്റേറ്റില് എനിക്ക് മിഷൻ ലീഗിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിനും കൂടെ വേണ്ടി പഠിച്ച. വാവ്. എന്നിട്ടോ മിഷൻ ലീഗിന്റെ കോമ്പറ്റീഷന് പോയിട്ട് എന്തായി? ഫസ്റ്റ് കിട്ടി. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മിഷൻ ലീഗിൽ പാടിയ സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് ഇന്നിപ്പോ ഇവിടെ വീണ്ടും പാടാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ. അപ്പൊ അവിടെ ഫസ്റ്റ് വാങ്ങിയപ്പോ ഇവിടെ ഫസ്റ്റ് വാങ്ങണ്ടേ അല്ലേ? അപ്പൊ സെമി ക്ലാസിക്കൽ ഓൾറെഡി ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് പൊട്ടിച്ച് അതിനെക്കാട്ടിൽ നല്ല മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, ശരി.
ശരണം 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 സ്നേഹ സരോവരമേ സാന്ത്വന സംഗീതമേ മാൻപീട പോലെ ദാഹർതരായി അഖിലരും തേടുന്ന തീർത്ഥമേ സ്വസ്തി വറ്റാത്ത സ്നേഹ സോപാനമേ. ജീവൻ ഉറവേ കാത്തു വളർത്തു പകരെ പകരെ തപകര പകരെ സജീവൻ ഉറവേ കനിവോടു കാത്തു വളർത്തു ജീവിത തരുവിൻ പൂക്കൾ വാടാതെന്നും ജീവൻ ഉറവേ കനിവോടു കാത്തു വളർത്തു ജീവിത തരുവിൻ പൂക്കൾ വാടാതെന്നും അഖിലാണ്ടനാഥ അഖിലാണ്ടനാഥ പാദസന്ധ്യകളിൽ തവ ചരണാംബുജ സന്നിധി ശരണം 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 സ്നേഹ സരോവരമേ സാന്ത്വന സംഗീതമേ മാൻപീട പോലെ ദാഹർതരായി അഖിലരും തേടുന്ന തീർത്ഥമേ സ്വസ്തി വറ്റാത്ത സ്നേഹ സോപാനമേ പാത പഗരി സരി ഗരി ഗ പഗരി സരി ഗരി പാത പഗ പദ സരി ഗ ഗ ഗ ഇഗ പഗരി സ സരി ഗരി സദ ദ സരി സദ പ പ പഗരി ഗ ദദ പഗ പ സ സദ പദ ഇരി സദ സ സ സ സ ദദ സ സ സ സ സ സ സരി ഗ പഗരി സദ ദ സരി ഗരി സദ പ ക പദ പദ സ ഗ ഗ ഗ ഗരി രി ഗ ഗ ഗ ഗ ഗ രി ഗ പര പഗരി സ സരി ഗ പഗരി സദ പദ സ സദ പ സ്നേഹ സരോവരമേ സാന്ത്വന സംഗീതമേ മാൻപീട പോലെ ദാഹർതരായി അഖിലരും തേടുന്ന തീർത്ഥമേ സ്വസ്തി വറ്റാത്ത സ്നേഹ സോപാനമേ. ഏഞ്ചലീന ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് അല്ലേ? കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ മോൾക്ക് ഈ പാട്ട് കുറേം കൂടി ഈസി ആയിരുന്നു അല്ലേ? കുറച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അത് പെർഫോം ചെയ്യാൻ പറ്റി. എവിടെയെങ്കിലും ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ട് മോള് പെർഫോം ചെയ്തിട്ടുണ്ടോ? കച്ചേരിയായിട്ട് നടത്തുവോ? കച്ചേരിയായിട്ട് പോയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു പാട്ട് ഏഞ്ചലീനെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു അത് പെർഫോം ചെയ്യാനായിട്ട്. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പെർഫോം ചെയ്തു, പാടി. ഇനി നമുക്ക് ചോദിക്കാം, പൊളച്ച എങ്ങനെ ഉണ്ടായിരുന്നു? എഞ്ചലീന വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ല ആലാപനമായിരുന്നു. പ്രത്യേകിച്ച് അതൊരു ടഫ് സോങ് ആണ്. ഒരുപാട് ഡിമാൻഡിങ് ആണ് ഈ പാട്ട്. അതിൻ്റെ ആലാപനങ്ങളും ഹമ്മിങ്ങുകളും സ്വര സിംഗിങ്ങും ഒക്കെ ഒരുപാട് ഡിമാൻഡിങ് ആണ്. അത് നന്നായിട്ട് ഏഞ്ചലീന ചെയ്തു. ശിവരഞ്ജിനി രാഗം വളരെ അതിൽ സ്വരങ്ങൾ പാടിലത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും ഏഞ്ചലീന സംഗീതം പഠിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസിയായി മാറിയെന്ന് തോന്നുന്നു. ഇത് ആരുടെ പാട്ടാണ്? എന്താണ്? ആരാണ് ലിറിക്സ് എഴുതിയതും മ്യൂസിക് ചെയ്തതും ഫാദർ അശോക് കൊല്ലക്കുടി. ഓക്കെ.
ബ്രീത്തിങ് കുറച്ചും കൂടിയും ഉണ്ടാവണം. ബ്രീത്തിങ്ങിൻ്റെ ഒരു അഭാവം പല സ്ഥലത്തൊക്കെ ഇങ്ങനെ നീളിച്ചിരുന്നു. അവസാനം നിർത്തിയപ്പോൾ പോലും ബ്രീത്തിങ് പെട്ടെന്ന് അങ്ങോട്ട് നിർത്തിയ പോലെ. അപ്പോൾ അത് നമ്മൾ ആലാപനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നമ്മുടെ ബ്രത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യണം നന്നായിട്ട്. ചില സ്ഥലത്ത് നമ്മൾ ബ്രത്ത് എടുത്താലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ചില ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ തന്നെ അത് സ്വയം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മുടെ ട്രയൽ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് നോക്കണം. മനസ്സിലായി? റെക്കോർഡ് ചെയ്ത് നമ്മൾ സ്വയം കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടോയെന്നുണ്ട്. പിന്നെ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ വരും നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും. എത്രയൊക്കെ നമ്മൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ടെൻഷൻ നമുക്ക് സ്റ്റേജിൽ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും കുറേയധികം അതിനെ കുറയ്ക്കാൻ സാധിക്കും. ചില ഗ്യാപ്പുകൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്യുക്ക് ബ്രത്ത് എന്ന് പറയും. അത് പാട്ടിലുള്ളതാണല്ലോ, ക്യുക്ക് ബ്രീത്തിങ് ഉണ്ട്. ആ ക്യുക്ക് ബ്രീത്തിങ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രാണായാമം നമ്മൾ നന്നായിട്ട് പ്രത്യേകിച്ച് അനുലോമ വിലോമം പ്രാണായാമ ഒരു 10-15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ കൺട്രോൾഡ് എക്സലേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക്. ഇപ്പോൾ ചിത്രയുടെ ശബ്ദമാണെങ്കിലും ലീഡിങ് സിംഗറാണോ അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ, അവരുടെയൊക്കെ ആ നെയ്സൽ ടിൻഡ് ശരിക്കും നിൽക്കും. അപ്പം മൈക്കിലിങ്ങനെ നമുക്ക് ക്യാച്ച് ചെയ്യും അത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ നെയ്സൽ ടിൻഡില്ലെങ്കിൽ കുറേയും കൂടിയും ഈ പറഞ്ഞ ഹസ്കി വോയിസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി കുറയും സിംഗിങ്ങിൽ. നമ്മൾ എന്തൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ പാടി കഴിഞ്ഞാലും ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വോയിസിൻ്റെ ക്ലാരിറ്റി, ടോണൽ ക്ലാരിറ്റി, അത് കിട്ടണമെങ്കിൽ ഈ നെയ്സൽ ഭാഗങ്ങൾ കുറച്ച് തുറന്ന് ഉപയോഗിക്കണം. നമ്മൾ മൂക്കിൻ്റെ ഭാഗങ്ങൾ അതിന് ശീലിക്കണം. നമ്മൾ അത് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്ന് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ മുഴുവൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളത് ശീലിച്ച് കഴിയുമ്പോൾ നമ്മുടെ വോയിസിന് ഭയങ്കര ഡെപ്ത് വരും. ഡെപ്ത് അത് ആവശ്യമാണ് നമുക്ക്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ റെക്കോർഡിങ്സിനൊക്കെ ആളുകൾ എപ്പോഴും അന്വേഷിക്കുക ഡെപ്തുള്ള വോയിസുള്ള ആൾക്കാരെയാണ്, മനസ്സിലായോ? അപ്പോൾ അത് നല്ല ഗെയിൻ ഉണ്ടായിരിക്കും റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നന്നായിട്ട് പാടി നല്ല ആശംസകൾ, എല്ലാവിധ വിജയങ്ങളും, നല്ല സിംഗറായി ഇങ്ങനെ നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ് ഏഞ്ചലീന. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ഏഞ്ചലീന എന്തോ ഏഞ്ചലീന എന്താ പറയുക, വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, ഒരു യുണീക്ക് വോയിസ് ഉണ്ട് മോൾക്ക്. അത് വളരെ ഭംഗിയായിട്ട് ഈ പാട്ടിൽ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ നല്ല എന്താ പറയുക, ഒരു ഇതുപോലെ തന്നെ ഒരു കച്ചേരിയൊക്കെ കേൾക്കുന്ന ആ ഒരു സുഖം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും അധികം എഴുതിയിട്ടൊന്നുമില്ല, ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഫസ്റ്റ് ആ ഒരു ആലാപനം തന്നെ ഭയങ്കര ഒരു എന്താ പറയുക എനർജറ്റിക് റെൻഡിഷനായിരുന്നു. ആ ഫസ്റ്റ് ആലാപനം പാടിയിട്ടുണ്ടല്ലോ, ആഡ്ലിബ്, അത് വളരെ രസമായി. അവിടെ നിന്ന് തുടങ്ങി പിന്നെ എന്താ പറയുക ഓരോ പോർഷൻസും പല്ലവിയും, അതുപോലെ പല്ലവി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അനുപല്ലവി, അഭിലാഷം നീ, ആ ഒരു കുറേ ബ്രത്ത് എടുത്ത് അത് ഭയങ്കര രസമായിരുന്നു. അഭിലാഷം നീ നല്ലൊരു കൈഡി ആ ഒരു സെക്ഷൻ പാടിയതിന്. അപ്പം എനിക്ക് മോൾക്കാരും നല്ലൊരു ബ്രത്ത് കൺട്രോള്, അതുപോലെ ഇതിന് വേണ്ട ഈ രാഗത്തിന്, രാഗം അറിയാലോ ശിവരഞ്ജിനി രാഗമാണ്. അപ്പോൾ ആ രാഗത്തിന് വേണ്ട ഭാവം അതെല്ലാം വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയറായിട്ട് മോൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ പാട്ടിൽ. പിന്നെ ഇതിൻ്റെ ഈ ചരണം വന്നപ്പോഴാണെന്ന് തോന്നുന്നു വോയിസിന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു രണ്ടാമത്തെ തവണ ആ ഒരു ഹൈ പിച്ചിൽ പോയിട്ട് കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്യൽ വന്നപ്പോൾ അവിടെ ഇത്തിരി സ്ലിപ്പായി. പക്ഷെ ദാറ്റ്സ് ഫൈൻ. ചില സമയങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു ഒരു ഇതെല്ലാവർക്കും ചുമയും, അതുപോലെ രമി ചേച്ചിക്ക് ചുമച്ച് വലിയൊരു ഇതായിട്ട് നിൽക്കുന്ന ആൾ. അതുപോലെ പല സിംഗേഴ്സിനും ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മോളത് കാര്യമാക്കണ്ട. പിന്നെ ഞാൻ ഫാദർ നോക്കിയായിരുന്നു, ആളിങ്ങനെ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ അവിടെ നിന്നിങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ എൻജോയ് ചെയ്യായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ ഇത് പാടുമ്പോൾ അച്ഛനെ? പക്ഷെ മോള് സ്വരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പാടി. വാവ്,
ഹാറ്റ്സ് ഓഫ് ടു വെരി നൈസ്. ആ സ്വരസ്ഥാനങ്ങളെല്ലാം വളരെ എന്താ പറയുക കറക്റ്റ് ഇതായിരുന്നു, നോട്ടുകളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് എന്താ പറയുക ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ശബ്ദമുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസാണ്, ഒരു ഹസ്കിനെസ് ഒക്കെ കൂടുതലുള്ള ഒരു വളരെ പെക്യൂലിയർ വോയിസാണ്. അപ്പോൾ എന്തായാലും മോൾക്ക് നല്ല ഭാവിയുണ്ട്, ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സിസ്ലി, ഏഞ്ചലീന, എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പ്രസന്റേഷൻ, നല്ല കളർ കോമ്പിനേഷൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ്നെസ് ആണെന്നറിയോ മോളെ കാണുമ്പോൾ. നല്ല പ്രസന്റേഷൻ, നന്നായിട്ട് പാടി. ഏഞ്ചലീന ഒരു മിടുക്കിയാണ്. ഞാൻ മിടുക്കിയാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഈസി ആയിട്ട് ഏഞ്ചലീനയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ പാടാം. അതായത് ശബ്ദം ശരിയല്ല, നമുക്ക് ഫേവറബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ സെമി ക്ലാസിക്കൽ റൗണ്ട് വരികയും ചെയ്തു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നോക്കാം എന്നല്ല പറഞ്ഞ്, അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്തത്. മോള് വിട്ടുകൊടുക്കാതെ നന്നായിട്ട് പാടി, മോളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം പാടി. അതുകൊണ്ടാണ് ഞാൻ മിടുക്കി എന്ന് പറയാൻ കാരണം. നമുക്ക് പാടുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു ശബ്ദം സുഖമില്ലാതിരിക്കുക, ഒരു മെലഡി സോങ് പാടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സെമി ക്ലാസിക്കൽ സോങ് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. പക്ഷെ അത് പാടുമ്പോൾ തന്നെ നമുക്കറിയാം മോള് ഓരോ സ്റ്റാൻസ പാടുമ്പോഴും ഓരോ ലൈൻ പാടുമ്പോഴും അത് ഓവർകം ചെയ്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ ബ്രേവ് തിങ് മോളെ, അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് സ്പെഷ്യൽ അപ്രിസിയേഷൻ ടു യു കേട്ടോ. പാടി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടു, കഴിഞ്ഞ് കിട്ടി എന്നുള്ളൊരു രീതിയിൽ. ആൻഡ് ഓൾസോ യു ഹാവ് എ വെരി സപ്പോർട്ടീവ് ഫാദർ. അത് മോളുടെ ഒരു പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂഷനാണ്. നമുക്കൊരു സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി ഉണ്ടാവുക, പ്രത്യേകിച്ച് പാട്ടിനെ കുറിച്ച് അറിവുണ്ടാവുക, അതിൻ്റെ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഓരോ പോയിന്റിലും നമുക്കൊരു ഭയങ്കര സ്പെഷ്യൽ ഗ്രേസ് ആണത്. അപ്പോൾ അതെല്ലാം മോൾക്കുണ്ട്. നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. ഈ പറഞ്ഞ പോലെ അപ്പൻ്റെ മുഖത്തായിരുന്നു മോള് പാടുമ്പോൾ നന്നായിട്ട് വന്നാൽ ചിരിക്കും, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഭാവം മാറും. അപ്പം എല്ലാം മുഖത്തുണ്ട്, അതുകൊണ്ട് അറിയാൻ പറ്റൂല. നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ ഒരാളുള്ളപ്പം പുറത്തു പോയി നമുക്ക് ചോദിച്ച് അറിയേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ അറിയാം നമുക്ക് നമ്മുടെ കറക്ഷൻസ് ഒക്കെ. അപ്പം അതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നന്നായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. സന്തോഷായി, അച്ഛനും സന്തോഷായി, മകൾക്കും സന്തോഷായി അല്ലേ? തൃപ്തിയായി. ഓക്കെ, വയ്യെങ്കിൽ പോലും മനസ്സിൽ അത്രയും ഇഷ്ടമുള്ളുണ്ട്, പാട്ടിനോടുള്ള ഇഷ്ടമാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ആ ഒരു വാശിയോട് കൂടി തന്നെ ഈ ഒരു സ്റ്റേജും ഏഞ്ചലീന കണ്ടു അല്ലേ? അപ്പോ മിഷൻ ലീഗിന്റെ സ്റ്റേറ്റില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ ഒരു ഗാനം ഇന്നിപ്പോ നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പാടിയപ്പോൾ എത്ര മാർക്കാണ് നോക്കാം. സിസ്ലി, ഏഞ്ചലീന നന്നായി പാടി. മോർ ദാൻ ദാറ്റ് മോളുടെ ബ്രേവ്നെസ്സിന് 9 out of 10. മനോജ് ചേട്ടാ, മോളിത് അതിഗംഭീരമായി പാടി വളരെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു. 9 marks. ഓക്കെ അച്ഛാ, ഏഞ്ചലീനയ്ക്ക് 9 marks. ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെ ഏഞ്ചലീനയ്ക്കും ഇതിനു മുമ്പ് വേറൊരു കുട്ടി ഓൾറെഡി സെമി ക്ലാസിക്കൽ റൗണ്ടിൽ 27 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ വരുന്നത് ഏഞ്ചലീനയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. 27 on 30 പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതെ, പ്രതീക്ഷിച്ചിരുന്നു. നല്ല കോൺഫിഡന്റ് ആയിരുന്നു അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഏഞ്ചലീന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മോളെ കാണുമ്പോൾ തന്നെ മോള് സ്റ്റേജിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും, പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണ്. അപ്പൊ ആ പ്രതീക്ഷ എപ്പോഴും മോള് കീപ്പപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, പോയിട്ട് വരൂ, കാണാം. വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ എപ്പിസോഡും എത്ര വാശിയേറിയ മത്സരമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് റൗണ്ടിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സെക്കൻഡ് റൗണ്ടിലേക്ക് സെക്കൻഡ് റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നല്ല വാശിയേറിയ രീതിയിൽ നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 പോയിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ. യുവർ എ ബ്ലെസ്ഡ് ചൈൽഡ് കേട്ടോ ആഗ്നസ്, അതുപോലെ ഒരു ബ്ലെസ്ഡ് പേരൻസും. സ്നേഹം ദൈവസ്നേഹം നൽകാൻ ഭൂവിൽ ചെറുപുഷ്പം മണൽത്തരിയായും. നല്ല സുഖമാണ് ജോഷു പാടും ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട്. നല്ലൊരു ഡിവൈൻ ഫീലിംഗ് അതിലുണ്ടായിരുന്നു. അറിവിൻ
ഉയരങ്ങളിലേക്കാണ് പറന്നു പോകുന്നത്. കൺഗ്രാജുലേഷൻസ്. മോള് പാടുമ്പോൾ ഉണ്ടല്ലോ ഒരു വേറൊരു ലോകത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ആവേശത്തിരയത് ഉയരുകയോ ആത്മാവിലലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരും